ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പന്നിക്കൂട്ടത്തിൽ നിന്ന് കുന്തുരുക്കത്തിൻ്റെ ഗന്ധം വരുമോ? ഇതെൻ്റെ പ്രയോഗമല്ല കേട്ടോ. ഇത് നമ്മുടെ പ്രസിദ്ധനായ വട്ടോളിയച്ചൻ്റെ ഒരു പ്രയോഗമാണ്. അതിന് ഉത്തരം നിങ്ങൾക്കിപ്പോൾ തന്നെ കിട്ടും. വിമത വൈദ്യ ഗുണ്ടകളിൽ നിന്ന് വിശുദ്ധിയുടെ പരിമളം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്. ഇത് വട്ടോളിയച്ചന് മാത്രമുള്ള മറുപടിയോ വിമത വൈദികർക്ക് മാത്രമുള്ള മറുപടിയോ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കാതെ പോകരുത്. നമുക്ക് പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സംഗതിയാണ് വീഡിയോ. അതിന് ദയവായി അവസാനം വരെ കേൾക്കണമെന്നും മറ്റുള്ളവരെ കേൾപ്പിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വട്ടോളിയച്ചൻ കൊടുത്ത രാജിക്കത്ത് അത് നമുക്കൊരു വളരെ നല്ല രേഖയാണ്. എന്താണ് വിമതർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് വട്ടോളി പഠിപ്പിക്കുന്നത്, മുന്നേറ്റക്കാർ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ രേഖാമൂലം കിട്ടിയ ഒരു ചെറിയ രേഖ. അതാണ് ഈ വട്ടോളിയുടെ രാജിക്കത്ത്. അതിനകത്ത് അദ്ദേഹം രാജിവെക്കാനായിട്ട് പറയുന്ന 13ാമത്തെ കാരണമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആവർത്തിക്കുക, ഇത് വട്ടോളിയച്ചനോ വിമത വൈദ്യർക്കോ മാത്രമുള്ള ഉത്തരമല്ല, നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള സംഗതിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിക്കാം. ഒരു നിയമസംഹിത ജനാധിപത്യപരമാകുന്നത്, സുതാര്യമാകുന്നത് ആ വ്യവസ്ഥയിലെ പരമാധികാരിയെ ശിക്ഷിക്കാൻ, പുറത്താക്കാൻ അതിൽ വ്യവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ്. മെത്രാനെ ചോദ്യം ചെയ്യാൻ, ശിക്ഷിക്കാൻ കാനൂൻ നിയമത്തിൽ എന്ത് വ്യവസ്ഥകളാണുള്ളത്? മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കുകയില്ല എന്ന ഉറപ്പിന്മേലാണ് കാനൂൻ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. മെത്രാനെ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാനാണ് അതിൽ വ്യവസ്ഥകളുള്ളത്. അങ്ങനെയെങ്കിൽ ഏത് തെറ്റായ തീരുമാനം നടപ്പാക്കിയാലും എന്ത് തെറ്റ് ചെയ്താലും അവർ ആരെ എന്തിന് ഭയപ്പെടണം? പന്നിക്കൂട്ടിൽ നിന്ന് കുന്തുരുക്കത്തിൻ്റെ ഗന്ധം നമ്മൾ പ്രതീക്ഷിക്കാമോ? അങ്ങനെയെങ്കിൽ വ്യക്തികളെ ഏകാധിപതികളാക്കുന്ന ഈ വ്യവസ്ഥിതി എന്താണ് എന്ന് നന്നായി മനസ്സിലാക്കുകയും അതിനെ നവീകരിക്കാൻ, പുതുക്കിപ്പണിയാൻ എന്ത് ചെയ്യണമെന്ന് തുടർച്ചയായി ക്ഷമയോടെ ആലോചിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വീണ്ടും വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനും പകരം മെത്രാന്മാർ ഏകാധിപതികളാണ് എന്ന് കൊന്ത ചൊല്ലുന്നത് പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ സമയം പാഴാക്കലല്ലേ? നമ്മുടെ വിഷമം പറഞ്ഞു തീർക്കലല്ലേ? ഇതാണ് 13ാമത്തെ കാരണം, രാജിവെക്കാനുള്ള 13ാമത്തെ കാരണമായിട്ട് വട്ടോളി പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഒരു നല്ല കാര്യം പറയട്ടെ. വട്ടോളിക്ക് സാഹിത്യം വശമില്ലെന്ന്, കവിത വശമില്ലെന്ന് ആരാണ് പറഞ്ഞേ? ഇല്ല, പന്നിക്കൂട്ടിൽ നിന്നും കുന്തുരുക്കത്തിൻ ഗന്ധം വരുമോ? നല്ല കവിത പോലെ ഇല്ലേ? ഈ ഇഹലോകത്തെ മാതൃഭൂമി മതി, പരലോകത്തെ പിതൃഭൂമി വേണ്ട എന്ന നിലപാടുള്ളൊരു പത്രം വട്ടോളിയെക്കുറിച്ച് ഫീച്ചർ പ്രസിദ്ധം ചെയ്തത് വെറുതെയാണോ? ഇത്രയും സാഹിത്യാത്മകമായി, കാവ്യാത്മകമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള വട്ടോളി അല്ലേ ആ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പത്രം പ്രോത്സാഹിപ്പിക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ഇത് ഇവിടുത്തെ ഈ ലോകത്തെ മാതൃഭൂമി മതി, ഭൂമി എന്ന മാതൃഭൂമി മതി, പരലോകം എന്ന പിതൃഭൂമി വേണ്ട എന്ന നിലപാടുള്ള പത്രമാണത്. അപ്പം അതുകൊണ്ട് കത്തോലിക്ക സഭയെ ആക്രമിക്കാൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും ആ പത്രം ഉപയോഗിക്കും. അതുകൊണ്ട് വട്ടോളിയെ അവർ ഉപയോഗപ്പെടുത്തിയത് വെറുതെയല്ല. പിന്നെ വട്ടോളിക്ക് സാഹിത്യവും കാവ്യാത്മികതയും കവിതയും ഒക്കെ വശമുണ്ട് താനും. ഈ വട്ടോളിയുടെ കവിത നോക്കൂ. പന്നിക്കൂട്ടിൽ നിന്നും കുന്തുരുക്കത്തിൻ ഗന്ധം പ്രതീക്ഷിക്കാമോ? ONV ഒക്കെ തോറ്റുപോകും ഈ കവിതയുടെ മുമ്പിൽ. ഞാനതൊന്ന് ചോദിക്കുകയാണ്. വിമത വൈദ്യ ഗുണ്ടകളിൽ നിന്ന് വിശുദ്ധിയുടെ പരിമളം പ്രതീക്ഷിക്കാമോ? പാടില്ല, പ്രതീക്ഷിക്കരുത്. വാസ്തവത്തിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അതാണ്. ദൈവത്തിങ്കിലേക്ക് നോക്കാൻ സാധിക്കാതെ പന്നികളെപ്പോലെ കീഴ്പോട്ട് മാത്രം നോക്കുന്ന വിമതരിൽ നിന്ന് വിശുദ്ധിയുടെ പരിമളം ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, അത് തിരുത്തണം. പന്നികളെപ്പോലെ കീഴ്പോട്ട് നോക്കാൻ മാത്രം ഇല്ലേ, ജനങ്ങളിലേക്ക് മാത്രം നോക്കാൻ, ദൈവത്തിലേക്ക് നോക്കാൻ, ഈ പന്നിക്ക് മുഖമുയർത്തിയിട്ട് ദൈവത്തിലേക്ക് നോക്കാൻ പറ്റില്ല. അതുപോലെ പന്നികളെപ്പോലെ വിമത വൈദിക ഗുണ്ടകൾ കീഴ്പോട്ട് മാത്രം നോക്കുന്ന, പന്നികളെപ്പോലെ കീഴ്പോട്ട് മാത്രം നോക്കുന്ന ആ പന്നിക്കൂട്ടിൽ നിന്ന് വിശുദ്ധിയുടെ പരിമളം ഞങ്ങൾ പ്രതീക്ഷിച്ചത് തെറ്റിപ്പോയി. അനുസരണത്തിൻ്റെ മണം പ്രതീക്ഷിച്ചത് തെറ്റിപ്പോയി. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഈ വ്യവസ്ഥിതി എന്താണ് എന്ന് നന്നായി മനസ്സിലാക്കുകയും അതിനെ നവീകരിക്കാൻ, പുതുക്കിപ്പണിയാൻ എന്ത് ചെയ്യണമെന്ന് തുടർച്ചയായി ക്ഷമയോടെ ആലോചിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വീണ്ടും വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനും. ഇത് വാസ്തവത്തിൽ വളരെ നല്ലൊരു നിരീക്ഷണമാണ്. തീർച്ചയായും ഇത് വേണ്ടതാണ്, തീർച്ചയായും. എന്നിട്ട് സഭ അത് ചെയ്യുന്നില്ലേ? നമുക്കറിയാം എത്രയോ പ്രാവശ്യമാണ് കാനോൻ നിയമ വിദഗ്ധരുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് വെറുതെ കഞ്ഞി കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി കൂടുന്നതാണെന്ന്? അല്ല. കാനോൻ നിയമത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. വിവിധ സഭാ കോടതിയിലെ പരാമർശങ്ങൾ. അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പരാമർശം വരുമ്പോഴാണ് ചിലപ്പോൾ നിയമത്തിൻ്റെ ഗുണം മനസ്സിലാക്കുക, ചിലപ്പോൾ ദോഷം മനസ്സിലാക്കുക. ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ സഭയുടെ കാനോൻ നിയമം വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ചില അനുഭവങ്ങൾ പറയാം, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാനോൻ നിയമത്തിലെ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും എടുക്കാൻ വന്നിട്ടുള്ള പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സേലം മെത്രാൻ രായപ്പ, അദ്ദേഹം പണ്ട് പ്രൊഫസറായിരുന്നു. അദ്ദേഹം കാനോനിലെ പ്രൊഫസറാണ്, എൻ്റെ നേരിട്ട് പ്രൊഫസറായിരുന്നില്ല, പക്ഷെ എന്നെ നന്നായിട്ട് അറിയാം. അപ്പം അദ്ദേഹം ഈ പലരുടെയും തീസിസ് വായിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടായാൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആ മാണിപ്പറമ്പിലച്ഛൻ്റെ അടുത്ത് പോകും, അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഒരുപാട് പേരുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാനൻ ലോയിൽ ഡോക്ടറേറ്റുള്ള ഇപ്പോൾ സേലം മെത്രാനാണ് രായപ്പ പല കാനനിലെ വിദ്യാർത്ഥികളോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ബൈബിളാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളെ മാണിപ്പറമ്പിൻ്റെ അടുത്ത് പോകും, അദ്ദേഹം പറഞ്ഞു തരാം എങ്ങനെ എഴുതേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ താമസിച്ചിരുന്ന മുറിയുടെ ഓപ്പോസിറ്റ് ഒരു പ്രൊഫസറായിരുന്നു, മംഗലാപുരംകാരൻ ഒരു വിക്ടർ ജോർജ് ഡിസൂസ. അദ്ദേഹത്തിന് അറിയാം പലരും അതായത് എഴുതി ഒരു മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം പറയും, എന്നാൽ മാണിപ്പറമ്പിലച്ഛൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് എഴുതേണ്ടത്. ഞാനിങ്ങനെ പുസ്തകങ്ങളായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു തീസിസ് പോകേണ്ടതെന്നൊക്കെ. അപ്പം ഞാനത് ഒരുപാട് പേരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു സംഗതികൾ, നിങ്ങളൊരല്പം ക്രിട്ടിക്കലായിട്ട് ഈ നിയമത്തെ വിമർശിക്കുകയല്ല, ക്രിയാത്മകമായിട്ട് കാണുക. ചിലർക്ക് ധൈര്യം വരില്ല, ഈ നിയമം എഴുതി വെച്ചിരിക്കുകയാണല്ലോ, ചിലർക്ക് നല്ല ധൈര്യം വരും. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്, ഇതിനകത്ത് ചില നിയമങ്ങളിൽ പോരായ്മയുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്രിയാത്മക നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് അടുത്ത കാനൻ ലോയുടെ റിവിഷൻ വരുമ്പോൾ അത് സ്വീകരിക്കുമെന്ന് എൻ്റെ അടുത്ത് വന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ലോകത്ത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ലോകത്ത് ആദ്യമായി കാനോൻ നിയമത്തിന് നിഘണ്ടു ഡിക്ഷണറി തയ്യാറാക്കിയത് എൻ്റെ പ്രേരണ മൂലമാണ്. എൻ്റെ പ്രേരണ മൂലം. അത് ഞാൻ തെളിവ് സഹിതം പറയാം. അദ്ദേഹം ബംഗാളിലെ കൃഷ്ണഗർ രൂപതക്കാരനാണ്, പക്ഷേ കേരളത്തിൽ നിന്ന് ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുലർച്ചെ 3 മണിക്ക് കിടക്കാൻ പോകുന്ന ആളാണ്. പുലർച്ചെ 3 മണിക്ക് കിടന്നിട്ട് 5-5:15 എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ. 2 മണിക്ക് 2:30 അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു കാപ്പി കുടിക്കാനൊക്കെ ഒരു 1 മണിയോ 2 മണിക്കോ ആകുമ്പോൾ ചിലപ്പം ഈ അച്ഛൻ എൻ്റെ മുറിയിൽ വരാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കലേ, അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം നല്ല ഈ ജേർണലിസ്റ്റൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡിക്ഷണറി തയ്യാറാക്കി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാനണിലെ ഫാക്കൽറ്റികൾ പലതുണ്ട് ഇന്ത്യയിൽ, അവരോട് പ്രസിദ്ധപ്പെടുത്താൻ പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ഇത് എഴുതാൻ എനിക്ക് പ്രചോദനം നൽകിയതും പ്രേരിപ്പിച്ചതും മാണിപ്പറമ്പിലച്ഛനാണ്. അതുകൊണ്ട് മാണിപ്പറമ്പിലച്ഛൻ്റെ ബിബ്ലി അക്കാദമി ഇത് പ്രസിദ്ധീകരിച്ചാൽ മതി. അങ്ങനെ ഞാനാണ് ഡിക്ഷണറി ഓഫ് കാനൺ ലോ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിലെ ലോകത്ത് ആദ്യമായിട്ട്, മലയാളത്തിൽ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ലോകത്ത് ആദ്യമായിട്ട് കാനൺ ലോക്ക് നിഘണ്ടു ഇറക്കിയത് ഞാൻ പറഞ്ഞിട്ട്, എഴുതിയത് വേറെ ആളാണ്, എൻ്റെ കൂട്ടുകാരൻ അച്ഛനാണ്. പക്ഷേ ഞാൻ പ്രേരിപ്പിച്ചിട്ടാണ്, എൻ്റെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത്. അതിന് അവതാരിക എഴുതിയത് കാനൺ ലോ പ്രൊഫസറായ മുംബൈയിലെ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതാ ഡിക്ഷണറി കാനണിക്കകത്തുണ്ട്, പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹമാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ആശംസ എഴുതിയിരിക്കുന്നവിടെ ആൻഡ്രസ് പിതാവാണ്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു, ലോകത്ത് ആദ്യമായിട്ടാണ് ഡിക്ഷണറി, കമൻട്രി പലതുണ്ട്, ഡിക്ഷണറി. ഇപ്പോഴും വടവാത സെമിനാരിലും സെൻറ്റ് പീറ്റേഴ്സിലും ഈ കാനഡ ഫാക്കൽറ്റിയുള്ള പലയിടത്തേക്കും അവർ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹവും ഈ ഡിക്ഷണറി എഴുതാനായിട്ട് ഞാൻ പറഞ്ഞില്ല, പ്രചോദനം കൊടുത്തതിന് കാരണം വിമർശനാത്മകമായിട്ട് ഈ നിയമങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ്. ഈ എൻ്റെ പ്രൊഫസറായിരുന്ന ഒരാളാണ് ആൻ്റണിയർ സെറസ്കോ, അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഇന്ത്യ പൊക്രാൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരായ 50 ശാസ്ത്രജ്ഞന്മാരെ 150 പേരെ മറ്റേ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പകരമായിട്ട് അമേരിക്കക്കാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി എൽക്കെ അദ്വാനിയുടെ കാലത്ത്. അതിൽ പെട്ടുപോയി അമേരിക്കക്കാരൻ പ്രൊഫസർ. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു. പോയത് അദ്ദേഹം അമേരിക്കയിലേക്കല്ല പോയത്, ഫിലിപ്പൈൻസിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ താല്പര്യമുണ്ടായിരുന്നു. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് പുള്ളി അവിടെ ഫിലിപ്പൈൻസിൽ സെമിനാരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, യോഹന്നാൻ്റെ സുവിശേഷൻ ടെക്സ്റ്റ് ബുക്ക്. രണ്ടാമത് ചെയ്തത് ഈ ഡിക്ഷണറി ഓഫ് കാനൺ ലോ, കാനോൻ നിയമത്തിന് ഡിക്ഷണറി എൻ്റെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിനൊരു ഫിലിപ്പൈൻ എഡിഷൻ അദ്ദേഹം വേണമെന്ന് പറഞ്ഞ്
അവിടെ അവിടുത്തെ ലോഗോസ് പബ്ലിക്കേഷൻസ് അതിൻ്റെ ഒരു ഫിലിപ്പൈൻ എഡിഷൻ ഇറക്കിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞത് കാനൺ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിമർശനാത്മകമായ പഠനങ്ങൾ വേണമെന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഇത് ഇപ്പോൾ നമുക്ക് ഈ കാനൺ ലോ എന്ന് പറയുന്നുണ്ടല്ലോ, പൗരസ്ത്യ കാനൺ ലോ ഉണ്ടായത് 1990-ലാണ്. 1990 ലത്തീൻ സഭയിലെ കാനൺ ലോ അത് വന്നത് അതിൻ്റെ അന്തിമ പതിപ്പ് 1983-ലാണ്. അതിന് മുമ്പത്തെ പതിപ്പ് 1917-ലാണ്. അതിനു മുമ്പ് 16-ാം നൂറ്റാണ്ടിൽ ട്രെൻഡ് സൂനോദോസിൻ്റെ വകുപ്പുകളായിരുന്നു. അതിനു മുമ്പ് യൂരിസ് കാനോനിച്ചി എന്ന് പറഞ്ഞിട്ട് ബോഡി ഓഫ് കാനൺ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു രേഖയുണ്ടായിരുന്നു. അതിനു മുമ്പ് മധ്യകാലത്ത് ഗ്രേഷ്യസ് ഡിക്രി എന്ന് പറയുന്ന അത് അറിയപ്പെടുന്നത് യൂസ് നോവും എന്ന് വെച്ചാൽ പുതിയ നിയമങ്ങൾ, പുതിയ വെച്ചാൽ ബൈബിള് പുതിയ നിയമമല്ല, സഭയിൽ പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് മധ്യകാലത്ത് അതുണ്ടായിരുന്നു. അതിനും മുമ്പാണെങ്കിൽ യൂസ് ആൻറ്റിക്കും എന്ന് പറഞ്ഞിട്ട് പ്രാചീന കാലത്ത് നിയമം ഉണ്ടായിരുന്നു മധ്യകാലത്തിന് മുമ്പ്. അതിനു മുമ്പ് ഇപ്പം നമുക്ക് ലിറ്ററേച്ചർ നിയമങ്ങളൊക്കെ ഉണ്ടായത് ഡിഡാകെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവർഷം 100 എഴുതിയതാണ്. അതിനു മുമ്പ് സുവിശേഷങ്ങളും ലേഖനങ്ങളും അടിസ്ഥാനമാക്കി കൈപ്പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാനൺ നിയമം എത്രയോ പ്രാവശ്യം പുതുക്കി വന്നിട്ടാണ് ഇപ്പോൾ ലത്തീൻ സഭയിൽ 1983-ലും പൗരസ്ത്യ സഭയിൽ 1990-ലും ഉണ്ടായത്. ഞാൻ വട്ടോളിയോടും മറ്റോടും പറയാണ്, വട്ടോളി പറഞ്ഞത് നിയമങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം, നവീകരിച്ചുകൊണ്ടിരിക്കണം, വിമർശനാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കണം. അത് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കത്തോലിക്ക സഭ. ഇപ്പോഴും നിയമങ്ങളിൽ പോരായ്മയുണ്ടാകും. അതിങ്ങനെ കോടതി ഇങ്ങനെ പരാമർശങ്ങൾ മറ്റൊക്കെ വരുമ്പോൾ, അടുത്ത റിവിഷൻ വരുമ്പോൾ ഇതെല്ലാം പരിഗണിക്കും. അപ്പോൾ വിമർശനാത്മകമായ പഠനത്തിന് സഭ എന്നും അനുകൂലമാണ്. അത് ക്രിയാത്മകമായ വിമർശനമായിരിക്കണം. ചില തെറ്റുകളുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ പോരായ്മയുണ്ടെന്ന് കരുതിയിട്ട് ധിക്കരിച്ചുകൊണ്ടല്ല, അനുസരിച്ചുകൊണ്ട് തന്നെ തിരുത്താൻ പറ്റണം. ഇവിടെയാണ് വട്ടോളിക്കും വിമതർക്കും പറ്റുന്ന തെറ്റ്. അവരനുസരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരു വാക്കും, ഒരു അനർക്കി, ഒരു അരാജകത്വം അവർ സൃഷ്ടിക്കുകയാണ്. നിയമങ്ങൾ അനുസരിക്കില്ല എന്നൊരു അരാജകത്വം. അത് ശരിയായ രീതിയല്ല. നമ്മൾ അനുസരിച്ചുകൊണ്ട് എങ്കിൽ അതിന് പോരായ്മകൾ നികത്താൻ വേണ്ടി ക്രിയാത്മകമായി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, അതാണ് ശരിയായ രീതി. ഇതാണ് വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും അറിയാത്ത രീതി. അവർക്ക് ഇഷ്ടമില്ലാത്തൊക്കെ അവർ അക്രമത്തിലൂടെ വേണ്ടെന്ന് വയ്ക്കും. മെത്രാനെ ചോദ്യം ചെയ്യാൻ, ശിക്ഷിക്കാൻ കാനൂൻ നിയമത്തിൽ എന്ത് വ്യവസ്ഥകളാണുള്ളത്? മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കുകയില്ല എന്ന ഉറപ്പിന്മേലാണ് കാനൂൻ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. മെത്രാൻ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാനാണ് അതിൽ വ്യവസ്ഥയുള്ളത്. അങ്ങനെയെങ്കിൽ ഏത് തെറ്റായ തീരുമാനം നടപ്പാക്കിയാലും എന്ത് തെറ്റ് ചെയ്താലും അവർ ആരെ എന്തിന് ഭയപ്പെടണം? ഇതാണ് വട്ടോളി ചോദിക്കുന്നത്. ഇതിന് വളരെ വലിയ 3 പിശകുകളുണ്ട്. വളരെ വലിയ 3 പിശകുകൾ. ഒന്ന്, മെത്രാനും മാർപ്പാപ്പയ്ക്കും തെറ്റ് സംഭവിക്കില്ലെന്ന് കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് അപ്രമാദിത്വമുള്ളത്, മെത്രാന്മാർക്കില്ല. ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് ബെനഡിക്ട് മാർപ്പാപ്പയായതിനു ശേഷം, ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയായതിനു ശേഷം കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ കത്തോലിക്ക സഭ വിട്ടുപോയി സഭയിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു പത്രപ്രവർത്തകൻ പീറ്റർ സിവാൾഡാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം പാപം ചെയ്യില്ലെന്നോ അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റ് സംഭവിക്കില്ലോ എന്നൊന്നുമല്ല. മറിച്ച് ഒരു സംവിധാനമാകുമ്പോൾ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഒരു അധികാരി വേണ്ടേ? ഏത് പരിഷ്കൃത സമുദായത്തിനും വേണം, പരിഷ്കൃതമല്ലാത്ത സമുദായത്തിന് പോലും ഉണ്ട്. അപ്പോൾ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന അധികാരി എന്നാണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്. മാർപ്പാപ്പ ആയിരുന്ന ആളാണ് പറഞ്ഞെന്ന് ഓർക്കണം. ഞാനത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. മാർപ്പാപ്പയ്ക്ക് പോലും എല്ലാ കാര്യത്തിലും അപ്രമാദിത്വമില്ല. വിശ്വാസവും ധാർമ്മികതയും സംബന്ധിച്ച് മാർപ്പാപ്പ എക്സ് കത്തേദ്ര വെച്ചാൽ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന്, ഫ്രം ദ ചെയർ ഓഫ് പീറ്റർ, പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് പ്രബോധനം നൽകുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നു. അതാണ് ഒന്നാം വത്തിക്കൻ സൂനോദോസിൽ ഈ ഇൻഫോളിബിലിറ്റിയെ, അപ്രമാദിത്വത്തെ നിർവചിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. വിശ്വാസവും ധാർമ്മികതയും സംബന്ധിച്ച് മാർപ്പാപ്പ എക്സ് കത്തേദ്ര ടീച്ചിങ്, പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതാ. എക്സ് കത്തേദ്ര, ക്രിസ്തുവിന്റെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ പരമാധികാരിയും എന്ന നിലയിൽ
അദ്ദേഹം ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ മാത്രം ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിലും പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലും സാർവത്രിക സഭയുടെ പരമാധികാരി എന്ന നിലയിലും, ലത്തീൻ സഭയുടെ പരമാധികാരി ആണ് മാർപ്പാപ്പ, പക്ഷേ അത് അങ്ങനെ പഠിപ്പിച്ചാൽ അത് കത്തയത്തിരി ആവില്ല. 24 സഭകളുടെയും പരമാധികാരി എന്ന നിലയിൽ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ ഒരു വ്യവസ്ഥ. 2, വിശ്വാസവും സന്മാർഗം ധാർമ്മികത. അതായത് എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്, അതിനാണ് ധാർമ്മികത അല്ലെങ്കിൽ സന്മാർഗം എന്ന് പറയണേ. ബൈബിൾ പറയുന്ന അല്ലെങ്കിൽ സഭ പറയുന്ന സന്മാർഗം. എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്, അതാണ് ധാർമ്മികത അല്ലെങ്കിൽ സന്മാർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ അപ്രമാദിത്വം എന്ന് പറയുന്നതുള്ളൂ. അല്ലാതെ എന്ത് കാര്യം പറഞ്ഞാലും അപ്രമാദിത്വം എന്നൊന്നില്ല. ചുരുക്കത്തിൽ മാർപ്പാപ്പ പാപം ചെയ്യില്ലെന്നോ അബദ്ധങ്ങൾ വരുത്തുകയില്ലെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസവും സന്മാർഗവും അല്ലെങ്കിൽ ധാർമ്മികം സംബന്ധിച്ച് ഔദ്യോഗികമായി പത്രോസ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സാർവത്രിക സഭയുടെ തലവൻ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിൽ, പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ഔദ്യോഗികമായി പ്രബോധനം നൽകുമ്പോൾ തെറ്റ് വരുത്തുകയില്ലെന്നാണ്. അബദ്ധങ്ങൾ സംഭവിക്കില്ലെന്നോ സ്പെല്ലിംഗ് തെറ്റില്ലെന്നോ ഒന്നുമല്ല. മാർപ്പാപ്പമാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും ഇതിൽ വരില്ല. ചാക്രിക ലേഖനങ്ങൾ പോലും ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഉൾപ്പെടാം. അപ്പോൾ ഇംപെക്കബിലിറ്റി അല്ല, പാപം ചെയ്യുകയില്ലെന്നല്ല, സൈദ്ധാന്തിക കാര്യത്തിൽ തെറ്റ് വരികയില്ലെന്നാണ്, ഇൻഫോളിബിലിറ്റിയാണ്. ഇംപെക്കബിലിറ്റി അല്ല. മാർപ്പാപ്പ പാപം ചെയ്യില്ലെന്നല്ല, അബദ്ധം വരുത്തില്ല എന്നല്ല. മാർപ്പാപ്പയ്ക്ക് സൈദ്ധാന്തിക കാര്യത്തിൽ ഔദ്യോഗിക സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ തെറ്റ് വരികയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ മാർപ്പാപ്പയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തെറ്റ് വരികയില്ല എന്നല്ല അല്ല. ഇനി ഇത് മനസ്സിലാക്കേണ്ടത് വളരെ 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 വിരളമായി മാത്രമേ മാർപ്പാപ്പമാർ ഈ അധികാരം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ 2 പ്രാവശ്യം. ഇത്രയും 2000 കൊല്ലത്തെ ചരിത്രത്തിൽ 2 പ്രാവശ്യമാണ് ഇൻഫോളിബിലിറ്റി ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് 1854 മറിയത്തിൻ്റെ അമലോത്ഭവം പഠിപ്പിച്ചപ്പോൾ, മറ്റൊന്ന് 1950 മറിയത്തിൻ്റെ സ്വർഗ സംവഹനം, ശൂനായ, സ്ഥലം മാറ്റം, മോക്ഷക്കരേറ്റം പഠിപ്പിച്ചപ്പോൾ. ഈ അപ്രമാദിത്വം കീഴിൽ 2 പ്രബോധനം ഇതുവരെ നൽകിയിട്ടുള്ളൂ. 1854 മറിയത്തിൻ്റെ അമലോത്ഭവം, 1950 മറിയത്തിൻ്റെ സ്വർഗ സംവഹനം. 2 മറിയുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം. അപ്പോൾ ഈ കാനൻ ലോയിൽ മുഴുവൻ അപ്രമാദിത്വമാണ് എന്ന് ഈ വട്ടോളിയും വിമതരും പറയുന്നതൊന്നും ശരിയല്ല. അവർക്ക് കാര്യങ്ങൾ അറിയില്ല, അവർ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ല. 2ാമത്തെ തെറ്റ്, മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കുകയില്ല എന്ന ഉറപ്പിന്മേലാണ് കാനൻ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊരു മണ്ടത്തര വട്ടോളിയും വിമതരും പഠിപ്പിക്കണേ. ഈ പ്രസ്താവന തീർത്തും തെറ്റാണ്. ഈ കാനൻ ലോ മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കുകയില്ല എന്ന ഉറപ്പിന്മേലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മറിച്ച് കാനൻ നിയമത്തിന് 7 അടിത്തറയുണ്ട്, 7 പില്ലറുകൾ, 7 സ്തംഭങ്ങളുണ്ട്. 1, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ. ഉദാഹരണം, സഭയിൽ നിന്ന് പുറത്താക്കണ കാര്യം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 15 മുതൽ 18 വാക്യങ്ങൾ. സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രബോധനം പറഞ്ഞേ മത്തായിയുടെ സുവിശേഷം. 2, 2ാമത്തെ അടിത്തറ, സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ. ഉദാഹരണം, പൗലോസ് സ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും തിമോത്തിയോസിനും, സഭയിലെ മെത്രാനായത് ആദിമസഭയിലെ മെത്രാനാണ്. തീത്തോസ് മറ്റൊരു മെത്രാനാണ്. എഫേസുസിലെ മെത്രാനായിരുന്നു തിമോത്തിയോസ്. ക്രേത്ത് എന്ന ദ്വീപിലെ മെത്രാനായിരുന്നു തീത്തോസ്. ഇവർക്ക് എഴുതിയ ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, തിമോത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങളിൽ സാത്താന് വിട്ടുകൊടുക്കാന്ന് പറയുന്നുണ്ട്. ഒരാൾ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിനെയാണ് സാത്താന് വിട്ടുകൊടുക്കാന്ന് പറയണേ. സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവൻ സാത്താന് കീഴിലാണ്. സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവൻ സാത്താന് കീഴിലാണ്. ഇതാണ് സാത്താന് വിട്ടുകൊടുക്കാൻ പൗലോസിലേക്ക് പറയുന്നത്. അപ്പോൾ 2ാമത്തെ അടിത്തറ സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ. 3ാമത്തെ പില്ലറ് ഈ കാനൻ നിയമത്തിൻ്റെ ദൈവിക നിയമങ്ങളാണ്. ഉദാഹരണം, 10 കൽപ്പനകൾ. ദൈവിക നിയമം, അത് ദൈവം നൽകിയതാണ് 10 കൽപ്പനകൾ. പിന്നെ പ്രകൃതി നിയമങ്ങളുണ്ട്. ഇപ്പോൾ പ്രകൃതിയിൽ ദൈവം ജനറലായിട്ട് സ്ത്രീയും പുരുഷനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. സ്ത്രീയും തമ്മിലും പിന്നെ പുരുഷനും തമ്മിലും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക അത് പാപമാണ്. അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അവരുടെ പാപത്തെ നമുക്ക് ആശീർവദിക്കാൻ പറ്റില്ല. വ്യക്തികളെ ആശീർവദിക്കാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ബന്ധത്തെ ആശീർവദിക്കാൻ പറഞ്ഞിട്ടില്ല. വ്യക്തികളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ലെസ്ബിയൻസിനോ ഗേക്കോ LGBT ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അവരുടെ ബന്ധത്തെ ആശീർവദിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിട്ടില്ല, കത്തോലിക്ക സഭയിട്ട് പറയൂല.
കാരണം എന്താണ്? അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധ. ഇപ്പം നമ്മൾ ഈ ചാർലി കിർക്കിനെ കൊന്നത് എന്തിനാ? ഈ ഗേ ആയിട്ടുള്ള ഒരുത്തനാണ്. ഈ ഗേ എന്ന് പറഞ്ഞാൽ അത് പാപാകരമായ അവസ്ഥയാണെന്ന് ഈ ചാർലി കിർക്ക് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അവന് അസ്വസ്ഥത തോന്നി, അവൻ ഈ ചാർലി കിർക്കിനെ കൊന്നു കളഞ്ഞു. അതാണ്, അത്രയുണ്ട് അവരുടെ ബോധ്യം. ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമാണത്, തങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെ കൊന്നു കളയാൻ. ഇപ്പം ഈ വിമതരും മുന്നേറ്റക്കാരൊക്കെ ചെയ്യുന്നതും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. അവർക്ക് സമാധാനത്തിൻ്റെ മാർഗം അറിയില്ല. അപ്പോൾ പ്രകൃതി നിയമങ്ങളാണ് 4ാമത്തെ പില്ലർ. 5ാമത്തത് സഭയുടെ പാരമ്പര്യം, പ്രത്യേകിച്ചും സഭാ പിതാക്കന്മാരിൽ പകർന്നു കിട്ടിയത്. അത് വിശുദ്ധമായ പാരമ്പര്യമാണ്, ദൈവിക പാരമ്പര്യം. 6, ദേശരാഷ്ട്രത്തിലെയും സമുദായത്തിലെയും സംസ്കൃതികളിലെയും വിവിധ സംസ്കൃതിയിലെയും നല്ല സമ്പ്രദായങ്ങൾ, നിയമങ്ങൾ, അനുഭവങ്ങൾ. ഇതാണ് 6ാമത്തെ അടിത്തറ. 7ാമത്തത് സഭയുടെ സൂനദോസുകൾ, വിശേഷിച്ച് സാർവത്രിക സഭൈക്യ സൂനദോസുകൾ. ഇങ്ങനെ 7 അടിത്തറ മേലാണ് ഈ കാനനിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കില്ല എന്ന ഉറപ്പിന്മേലല്ല കാനൻ നിയമം പടുത്തുയർത്തിയിരിക്കുന്നത്. അത് വട്ടോളിയുടെ തെറ്റായ നിഗമനമാണ്. ഇനി 3ാമത്തത്, മെത്രാനെ ചോദ്യം ചെയ്യാൻ, ശിക്ഷിക്കാൻ കാനൂൻ നിയമത്തിൽ എന്ത് വ്യവസ്ഥകളാണുള്ളത്? മെത്രാൻ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാനാണ് അതിൽ വ്യവസ്ഥകളുള്ളത്? അങ്ങനെയെങ്കിൽ ഏത് തെറ്റായ തീരുമാനം നടപ്പാക്കിയാലും എന്ത് തെറ്റ് ചെയ്താലും അവർ ആരെ എന്തിന് ഭയപ്പെടണം? വട്ടോളിക്ക് നല്ല ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2008 കൊച്ചി രൂപതര മെത്രാൻ ജോൺ തോട്ടുങ്കലിനെ പുറത്താക്കി ഇല്ലേ? അപ്പോൾ മെത്രാനെ പുറത്താക്കാൻ സഭയിൽ നിയമമില്ലേ? 2023 നമ്മുടെ ഫ്രാങ്കോ പിതാവിനോട് രാജിവെക്കാൻ പറഞ്ഞു. മെത്രാനെ പുറത്താക്കാൻ സഭയിൽ അധികാരമില്ലേ? 2023 ടെക്സാസിലെ മെത്രാൻ ജോസഫ് സ്ട്രിക്ലാൻഡിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്താക്കി. 2024 ഒരു കൊല്ലം മുമ്പ് ബ്രിട്ടനിലെ മെത്രാൻ ജസ്റ്റിസ് വെൽബിനെ സഭയിൽ നിന്ന് പുറത്താക്കി. പിന്നെ പാമ്പാറത്തിൻ്റെ ഉത്തരവിൽ എറണാകുളത്തെ ഇല്ലേ പാമ്പളാനി പിതാവിനും പിന്നെ മണവാളച്ചർക്കെതിരെയുള്ള ആ ഉത്തരവിൽ പാമ്പാരത്തെ ഒരു കർദിനാളിനെ പുറത്താക്കിയ സംഭവം പറയുന്നുണ്ട്. വളരെ പ്രായമേറിയ കർദിനാളിനെ. അപ്പോൾ മെത്രാന്മാരെ പുറത്താക്കാൻ കാനൻ നിയമത്തിൽ വകുപ്പില്ല എന്ന്, ഈ ഒരു നടപടിയെടുക്കാൻ വകുപ്പില്ലെന്ന് വട്ടോളി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? സഭാഭ്രട്ട്, സസ്പെൻഷൻ, ഉദ്യോഗത്തെ പിരിച്ചുവിടൽ, കൂതാശ വിലക്ക്, അങ്ങനെ പലതുമുണ്ട് മെത്രാന്മാർക്കെതിരെ കാനോൻ നിയമത്തിൽ. ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ലാത്തെ സെൻറ്റൻസി എന്ന് പറയും. പിന്നെ ചിലത് ഫെറൻറ്റ് സെൻറ്റൻസിയെ, അതായത് നടപടിക്രമങ്ങളിലൂടെ, അത് നിയമത്തിൻ്റെ നടപടിക്രമമാകാം അല്ലെങ്കിൽ ഭരണപരമായ നടപടിക്രമമാകാം. പാഷാണ്ഡത, മാർപ്പാപ്പയെ കയ്യേറ്റം ചെയ്യുക, കൂതാശിയെ ദുരുപയോഗം ചെയ്യുക, അത് ആഭിചാര കുർബാനയുണ്ടല്ലോ, അതുപോലെ സ്ത്രീകളെ വൈദികരായിട്ട് അഭിഷേകം ചെയ്യുക, ദുർമന്ത്രവാദം നടത്തുക, ശീഷ്മയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ഗൗരവമായ കുറ്റങ്ങൾക്കൊക്കെ മെത്രന്മാരെ ശിക്ഷിക്കാനായിട്ട് വകുപ്പുണ്ട്. അങ്ങനെയുള്ള ചില ശിക്ഷകൾ നമ്മുടെ സഭയിലെ മെത്രന്മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കണേ. ശീഷ്മയിലായിരിക്കുന്ന ചില മെത്രന്മാരുണ്ടെന്നാണ് സത്യവിശ്വാസികൾ വിചാരിക്കണേ. അപ്പോൾ ചില നടപടികളൊക്കെ വരുമായിരിക്കും, അത് നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്തൊരു കാര്യം, ഒരു നിയമസംഹിത ജനാധിപത്യപരമാകുന്നത്, സുതാര്യമാകുന്നത് ആ വ്യവസ്ഥയിലെ പരമാധികാരിയെ ശിക്ഷിക്കാൻ, പുറത്താക്കാൻ അതിൽ വ്യവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഒരാളെ ശിക്ഷിക്കാനോ പരമാധികാരി ശിക്ഷിക്കാനോ പുറത്താക്കാനോ ഉള്ള വ്യവസ്ഥ, ഒരു നിഷേധ വ്യവസ്ഥ വെച്ചിട്ടാണോ ഒരു നിയമസംഹിതയുടെ മൂല്യം അളക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ജനാധിപത്യവും നിയമസംഹിതയും സുതാര്യമാകുന്നത് ഇങ്ങനെയല്ല. ശിക്ഷിക്കുക, പുറത്താക്കുക, പരമാധികാരിയും പുറത്താക്കുക, ഇങ്ങനെ തുടങ്ങിയ നിഷേധാത്മക രൂപത്തിലല്ല ഒരു നിയമസംഹിത ജനാധിപത്യപരമോ സുതാര്യമോ ആകുന്നത്. പ്രത്യേകത വേറെ ചില പ്രസാദാത്മക ഗുണങ്ങളുടെ വെളിച്ചത്തിലാണ്. എന്താണ്? പൗരന്മാരുടെയോ പ്രജകളുടെയോ ജനങ്ങളുടെയോ പങ്കാളിത്തം. 2, ചർച്ചകൾ, സംവാദങ്ങൾ, തീരുമാനങ്ങളെ സുതാര്യത. നമ്മൾ സിനഡാലിറ്റി എന്നൊക്കെ പറയുമല്ലോ. പണ്ട് നമ്മൾ പള്ളിയോഗം തീരുമാനിക്കാതെ ഒരു കുട്ടിക്ക് പട്ടം പോലും കൊടുക്കില്ലായിരുന്നു ഇല്ലേ? ദേശക്കുറി എന്ന് പറയില്ലേ? നമുക്ക് പള്ളിയോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഈ പ്രസ്ബിറ്റൽ കൗൺസിലും പ്രതിനിധികളായത്. പണ്ട് ഇടവകയിലെ എല്ലാ പുരുഷന്മാരും കുടുംബനാഥകളും അങ്ങനെയായിരുന്നു. ഞാനിരുന്ന പള്ളികളിലൊക്കെ പള്ളിയോഗത്തിന് 120 പേരൊക്കെയാണ് വന്നിരുന്നത്. 200 വീട്ടുകാരുള്ള പള്ളികൾ 120 പേരും ഈ പള്ളിയോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു. 1000 വീടുള്ള ഒരു 1000-ന് മേലെ വീടുള്ള ഒരു പള്ളിയിൽ അവിടെ ഞാൻ വിളിച്ചൊരു 7 പള്ളിയോഗമാണ് ഞാൻ അവിടെ കുറച്ച് നാളുണ്ടായിരുന്നുള്ളൂ. 7 പള്ളിയോഗം, ബാക്കിയെല്ലാം വികാരിച്ചനാണ് നടത്തിയിരുന്നത്. 7 പള്ളിയോഗങ്ങൾ കൊച്ചത്തിനെനിക്ക് ഞാനാണ് വിളിച്ചു കൂട്ടിയത്. അത് പള്ളിയോഗം കൂടുന്ന ഹാളിൽ പറ്റില്ലായിരുന്നു. കാരണം അവിടെ ഒരു 10-25 പേർക്കേ കൂടാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നത്. കാരണം എന്താ, 100-200 പേരാണ് വരിക പള്ളിയോഗത്തിൽ. അപ്പം അങ്ങനെ എന്തുമാത്രം ഇല്ലേ? ഇതാണ് സിനഡാലിറ്റി, സുതാര്യത, ചർച്ച, സംവാദം.
പിന്നെ ഞാൻ പള്ളികളായിരുന്നപ്പോഴൊക്കെ ഏത് നിയമം കൊണ്ടുവരുമ്പോഴും അതെല്ലാവരും ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞാണ്. ഇങ്ങനെയല്ലേ പള്ളിയിലൊക്കെ നടക്കുന്നത്. ഇപ്പോഴും നമ്മുടെ സഭയിലുള്ള അത്രയും ജനാധിപത്യ രീതിയും മറ്റേത് സമുദായത്തിലുണ്ട് പറയൂ. പിന്നെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, പിന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നതെന്ന് ഉറപ്പാക്കുക. ഇതാണ് എറണാകുളത്ത് നടക്കാത്ത കാര്യം. പിന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുക. അതായത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഗതി വരികയാണ്, വട്ടോളി പറഞ്ഞത്, അതിൻ്റെ പരമാധികാരിയും വേണമെങ്കിൽ ഈ നിയമത്തിന് കീഴിൽ വരണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുക. നിയമം നിർമ്മിച്ച ആളുകളെയും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക. അത് മെത്രാന്മാർക്ക് പോലും ബാധ്യതയുള്ളതാണ്. കാനോൻ നിയമം മെത്രാന്മാർക്കും ബാധകമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാർപ്പാപ്പമാരെ കാനോൻ നിയമത്തിന് വിധേയമാകുമോ? മുൻപ് മാർപ്പാപ്പനെ പുറത്താക്കാൻ സാർവത്രിക സൂനോദോസുകൾക്ക് അധികാരമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ബെനഡിക്റ്റ് 13 മാർപ്പാപ്പയെ നീക്കം ചെയ്യായിരുന്നു 1414-18 കാലയളവിൽ. ഹെൻറി 3 മാർപ്പാപ്പയെ നീക്കം ചെയ്യുകയായിരുന്നു 1046. ഇപ്പോഴത്തെ കാനോൻ നിയമത്തിൽ അതില്ല. അതിന് കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങൾ. ഞാൻ ഉദാഹരണം പറയാം. ഭരണഘടന ലംഘിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പാർലമെന്റിന് 3/2 ഭൂരിപക്ഷത്ത് ഉണ്ടെങ്കിൽ ഇംപീച്ച് ചെയ്യാം. എങ്കിലും പ്രസിഡന്റിനെതിരെ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യൻ പ്രസിഡന്റ്, രാഷ്ട്രപതി ഭരണഘടന ലംഘിച്ചാൽ പാർലമെന്റിന് 3/2 ഭൂരിപക്ഷത്തിൽ ഇംപീച്ച് ചെയ്യാം, പുറത്താക്കാം. പക്ഷെ അദ്ദേഹത്തിനെതിരെ, രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ, ക്രിമിനൽ കേസ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വകുപ്പ് വെച്ചാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ കോടതിയിലും ഈ ഇന്ത്യൻ പ്രസിഡന്റിന് കേസ് വരും. അത് ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് മോശമാണ്. അപ്പോൾ ചില ഇമ്മ്യൂണിറ്റി, ചില സ്ഥാനത്ത് വരുമ്പോൾ ചില ഇമ്മ്യൂണിറ്റി കൊടുക്കും. അത് ആ സ്ഥാനത്തിൻ്റെ പരിശുദ്ധി, പവിത്രത പാലിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് എന്ത് തോന്നിവാസം ചെയ്യാമെന്നല്ല. ഇനി അങ്ങനെയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. അതിപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കാതെ പോയത് സീറോ മലബാർ സഭയുടെ ചില പ്രശ്നങ്ങളാണ്. അത് വളരെ ചുരുക്കം ചില ഈ അരാജകത്വം നിലനിൽക്കുന്ന സമുദായങ്ങൾ സംഭവിക്കുന്നതാണ്. അത് ചരിത്രത്തിൽ അങ്ങനെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ദൈവം തിരുത്തുമെന്ന് വിചാരിക്കാം. ഇനി കാനോൻ നിയമം ജനാധിപത്യ സംവിധാനത്തിലെ ഒരു നിയമസംഹിതയല്ല. കത്തോലിക്ക സഭ ഒരു ജനാധിപത്യ സംവിധാനമല്ല. കാരണം അതിൻ്റെ ഉത്ഭവം ജനങ്ങളിലല്ല, പ്രജകളിലല്ല, ദൈവത്തിലാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണേ. കത്തോലിക്ക സഭയുടെ ഉത്ഭവം ജനങ്ങളിലല്ല, ദൈവത്തിലാണ്. സഭ സ്ഥാപിച്ചത് ഈശോമിശിഹയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം വായിക്കാം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ ഈശോമിശിഹയാണ് സഭ സ്ഥാപിച്ചത്. ഈ തേലക്കാട്ടത്തിന് കൂട്ടരും പഠിപ്പിക്കുന്ന പോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല, 4-ാം നൂറ്റാണ്ടിലല്ല സഭ സ്ഥാപിച്ചത്. അത് നിരീശ്വരവാദികളുടെ ഒരു ആർഗ്യുമെൻ്റാണ്. അത് ബൈബിൾ ചരിത്രമാണെന്ന് വിശ്വസിക്കാത്തവരുടെ സഭയ്ക്കെതിരായിട്ടുള്ള ആളുകളുടെ ഒരു ആർഗ്യുമെൻ്റാണ്. അത് കത്തോലിക്ക പുരോഹിതന്മാരും കത്തോലിക്കരും അത് പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അവർ കത്തോലിക്കരല്ല, അവർ കത്തോലിക്ക സഭയിൽ വിട്ടുപോയിക്കോട്ടെ, നിരീശ്വര പ്രസ്ഥാനത്തിൽ പോയിക്കോട്ടെ, എന്നിട്ട് പഠിപ്പിച്ചോ. കത്തോലിക്ക സഭയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു അല്ല സഭ സ്ഥാപിച്ചതെന്ന് പറയാൻ പാടില്ല. ഈശോമിശിഹായാണ് സഭ സ്ഥാപിച്ചത് എന്ന് വെച്ചാൽ അതിന് ദൈവിക ഉൽപ്പത്തിയുണ്ട്. അപ്പോൾ ജനാധിപത്യ സംവിധാനമല്ല കത്തോലിക്ക സഭ. എന്നാൽ ഞാൻ ആവർത്തിക്കുകയാണ്, ലോകത്തെ മറ്റേതൊരു ജനാധിപത്യ സംവിധാനത്തെക്കാളും കൂടുതൽ ജനാധിപത്യ മര്യാദയുള്ളത് കത്തോലിക്ക സഭയിലാണ്. പിന്നെ ഭൂമിയിൽ ഒരു സംവിധാനവും എല്ലാം തികഞ്ഞതല്ല. ഇതിൻ്റെ 7 അടിത്തറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് കത്തോലിക്ക സഭയുടെ കാനോൻ നിയമത്തിൻ്റെ 7 അടിത്തറകൾ, ദൈവികമായ അടിത്തറകളും മാനുഷികമായ അടിത്തറകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ അടിത്തറ മാന്തി പൊളിച്ച് എല്ലാം തകർത്ത് കളയുന്ന ഒരു ചർച്ചകളും സാധ്യമല്ല. കാരണം അത് ദൈവികമായ അടിത്തറയാണ്, ദൈവികമായ പാരമ്പര്യമാണ്. ദൈവം മനുഷ്യനായി വന്ന ഈശോ കൈമാറിയതാണ്. മനുഷ്യന് അവകാശങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിന് അവകാശങ്ങളുണ്ട്. അപ്പം മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് സഭയുടെ കാനോൻ നിയമം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ അവകാശങ്ങളും, മനുഷ്യാവകാശം സംരക്ഷിക്കണമല്ലോ, അതുപോലെ ദൈവാവകാശം സംരക്ഷിക്കണം. അത് രണ്ടും സംരക്ഷിക്കുന്നതാണ് സഭയുടെ കാനോൻ നിയമം. കാരണം ദൈവികമായി ഉൽപ്പത്തിയുള്ളതാണ് കത്തോലിക്ക സഭ. വെറും ഒരു ജനാധിപത്യ സംവിധാനമോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയോ ജനങ്ങളിൽ ഉത്ഭവിച്ചതോ അല്ല. ഇനി വട്ടോളിയും വിമതരും മുന്നേറ്റക്കാർ അറിയാൻ വേണ്ടി, ഈ പ്രജാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യം അത് ഗ്രീസിലെ, ആഥൻസിലെ ചെറിയ തോതിലേക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ലോകത്ത് അത് പ്രചരിക്കാൻ കാരണമായത്, ലോക ചരിത്രത്തിലേക്ക് അത് സ്വീകരിക്കപ്പെട്ടത് കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങളിൽ നിന്നാണ്. നമ്മുടെ കന്യാസ്ത്രീകളും അച്ഛന്മാരുണ്ടല്ലോ, സന്യാസ വൈദികരും സന്യാസിനികളും കന്യാസ്ത്രീകൾ. ആദ്യത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി
ആദ്യത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ശ്ലീഹന്മാരുടെ നടപടിക്രമത്തിൽ എഴുതിയിട്ടുണ്ട് 2-4 അധ്യായങ്ങളിൽ. അത് ആദിമസഭയിലുണ്ടായിരുന്നു. അന്ന് ആദിമസഭയിലുണ്ടായിരുന്ന ആദ്യത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഇന്നും നിലനിൽക്കുന്ന ഒരേയൊരു സമുദായമാണ് നമ്മുടെ കത്തോലിക്ക സന്യാസിമാരും സന്യാസിനിമാരും. ആദിമസഭയിലെ അല്ലേ എല്ലാം പൊതുസ്വത്ത്, പ്രൈവറ്റ് സ്വത്ത് ഇല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ പറയും കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ. ഉണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുണ്ട്. അവിടെ കന്യാസ്ത്രീമാരാണോ പാർക്കുന്നത്? അച്ഛന്മാരാണോ പാർക്കുന്നത്? നമ്മുടെ കുട്ടികൾ പഠിക്കാനല്ലേ അവിടെ പാർക്കുന്നത്? കല്യാണം കഴിച്ച അൽമാരുടെ കുട്ടികളല്ലേ? അല്ല, അച്ഛന്മാരാണോ ഈ ഭീമാകാരമായ കെട്ടിടങ്ങളിൽ പാർക്കുന്നത്? കന്യാസ്ത്രീകളാണോ പാർക്കുന്നത്? അവർ താമസിക്കുന്നത് അവരുടെ ആ ചെറിയ കുബിക്കുളും എന്ന് പറയുന്ന ചെറിയ മുറിയിൽ തന്നെയാണ്. പരിമിതമായ സാഹചര്യങ്ങൾ തന്നെയാണ് അവർ ജീവിക്കുന്നത്. 1,20,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന പ്രിൻസിപ്പള് കന്യാസ്ത്രീ 100 രൂപയാണ് പോക്കറ്റ് മണി എടുക്കുക. 1,20,000 രൂപ ശമ്പളമുള്ള UGC സ്കെയിലൻസ് ശമ്പളമുള്ള കന്യാസ്ത്രീ അതിന് 100 രൂപയാണ് അവർക്ക് പോക്കറ്റ് മണി. ബാക്കിയുള്ളത് മുഴുവൻ കോമൺ ആയിട്ട് കൊടുക്കുകയാണ്. ഇത് ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? ആദ്യത്തെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി ആദിമസഭയിലായിരുന്നു. ദൈവത്തെ അംഗീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസം, ദൈവത്തെ അംഗീകരിച്ചുള്ള സോഷ്യലിസം. അതില്ലാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസം പരാജയപ്പെടുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് സമത്വസുന്ദരമായ ലോകം ഈ ലോകത്ത് സൃഷ്ടിക്കാൻ പോയിട്ട് അത് പാടെ പൊട്ടിപ്പൊളിഞ്ഞു. ഇപ്പം എന്നിട്ട് അയ്യപ്പനെയും വാവരെയും പിന്നെ സുന്നത്തുകാരെയും ക്രിസ്ത്യാനികളെയും പിന്നെ ആരാണ് SNDPക്കാരെയും NS ഒക്കെ കെട്ടിപ്പിടിക്കാൻ നടക്കുകയാണ്. എന്തിനാ? ഭരണം കിട്ടാൻ. ദൈവത്തെ പാടെ തള്ളിക്കളഞ്ഞവർ. എന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായപ്പോൾ ഇപ്പം ദൈവവും വേണം, അയ്യപ്പനും വേണം, പിന്നെ മുഹമ്മദും വേണം, യേശുക്രിസ്തുവും വേണം, എല്ലാവരും വേണം. ശ്രീനാരായണ ഗുരുവും വേണം, മന്നത്ത് പത്മനാഭനും വേണം. ഇവരൊക്കെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. എന്താ കാര്യം? കമ്മ്യൂണിസം പാടെ പരാജയപ്പെട്ടു. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കാണുന്നത്. ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ക്രിസ്തുധർമ്മപ്രവേശിയുടെ ആമുഖം വായിച്ചു നോക്കുക. ഇതിപ്പോൾ എഴുതിയതൊന്നുമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയാണ് നമ്മൾ ശ്ലീഹന്മാരുടെ നടപടിക്രമത്തിൽ ആദിമസഭയിൽ കാണുന്നത്. അതങ്ങനെ തന്നെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് അങ്ങനെ തന്നെ ഇപ്പോഴും ജീവിച്ചു പോരുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ സന്യാസികളും സന്യാസിനികളും. എല്ലാ സംവിധാനത്തിലും പോരായ്മകളുണ്ട്, അവിടെയുണ്ട്. എങ്കിലും ഇപ്പോഴും ഏതറ്റവും ആദർശപരമായി കാണുന്നത് അവിടെയാണ്. അതിൽ നിന്നാണ് ലോകത്തിലേക്ക് പ്രജാധിപത്യം ജനാധിപത്യമൊക്കെ പതുക്കെ വന്നത്. അതിൽ ക്രിസ്തീയ കൺട്രിബ്യൂഷൻ വളരെ 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 വലുതാണ്. ഇതൊക്കെ തിരിച്ചറിയാതെ മാവോയിസ്റ്റുകളുടെ കൂടിയും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടിയും സുഡാപ്പികളുടെ കൂടി നടക്കുന്ന വട്ടോളിക്കും വിമതർക്കൊക്കെ എന്ത് അർഹതയുണ്ട് ഈ സഭയെ വിമർശിക്കാൻ? അതുകൊണ്ട് ഞാൻ വളരെ തുറന്ന് പറയാണ്, വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും കിടന്നുരുളുന്നത് പന്നിക്കൂട്ടിലാണ്. പന്നിക്കൂട്ടിൽ നിന്ന് കുന്തിരുക്കത്തിൻ്റെ ഗന്ധം ഉണ്ടാകലെന്ന് വട്ടോളി പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം അവർ കിടന്നുരുളുന്നത് പന്നിക്കൂട്ടിലാണ്. അവരിൽ നിന്നും കുന്തിരുക്കത്തിൻ്റെ മണം വരില്ല. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിലെത്തിയപ്പോൾ തിരിച്ചറിഞ്ഞു ഇത് തനിക്ക് പറ്റിയ ഇടമല്ലെന്ന്. അയാളത് ഉപേക്ഷിച്ചു. എന്നാൽ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പന്നിക്കൂട്ടിലെത്തിയിട്ട് അതിൽ കിടന്ന് ഉരുളുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇടമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് നോക്കാൻ പറ്റാത്ത പന്നികളെ പോലെ കിടന്നുരുളുകയാണ് ഇവർ. ഈ ധൂർത്തപുത്രൻ പന്നിക്കൂട് ഉപേക്ഷിച്ച് വന്നപ്പോഴാണ് അയാളുടെ അപ്പൻ അയാളെ സ്വീകരിച്ചത്. എന്നാൽ ഞങ്ങളുടെ 2 പിതാക്കന്മാർ പന്നിക്കൂട്ടിലേക്ക് പോയി ഈ പറഞ്ഞ പന്നിക്കൂട്ടിൽ കിടന്ന് ഉരുളുന്ന അവരുടെ കൂടെ ചെളി കിടന്ന് ഉരുളുകയാണ്. പന്നിക്കൂടാണ് തങ്ങളുടെ ശരിയായ ഇടമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആ പിതാക്കന്മാരിൽ നിന്നോ ഈ വിമതരിൽ നിന്നോ ഈ വട്ടോളിയെ പോലുള്ള ആളുകളിൽ നിന്നോ കുന്തുരുക്കത്തന്നെ മണം പ്രതീക്ഷിക്കേണ്ട. പന്നിക്കൂട്ടിൽ കിടന്ന് ഉരുളുകയാണ്. മുൻപ് 3 കൂട്ടരുണ്ടായിരുന്നുള്ളൂ, പ്രധാന 2 കൂട്ടർ, വിമതരും മുന്നേറ്റക്കാരും. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മെത്രാന്മാരും ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ശക്തിയായി. ഇപ്പം അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എന്താണ്? എല്ലാവരും പന്നിക്കൂട്ടിലാണ്. പിന്നെന്താണ് പ്രശ്നം? അപ്പോൾ ഒരാൾക്ക് ആ നാറ്റം തിരിച്ചറിയാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ കയറിയിട്ട് അതിൽ ഒന്ന് കുളിച്ച് ശുദ്ധമായാലല്ലേ അത് നാറ്റമാണെന്നും ഇത് പരിമളമാണെന്നും തിരിച്ചറിയൂ. എല്ലാവരും ഒരേ നാറ്റത്തിലാണെങ്കിൽ എങ്ങനെയാണ് നാറ്റത്തിൻ്റെ ദുർഗന്ധം തിരിച്ചറിയണേ? ഇവരെ ഈ പന്നിക്കുട്ടിയിൽ കിടക്കുന്നവർ തൊട്ടാൽ തങ്ങൾ പോലും നാറുമെന്ന് കരുതിയിട്ടാണ് വത്തിക്കാൻ പോയി തൊടാണ്ടിരിക്കണേ. അതുപോലെ ചെളിയിൽ ആറാടി നിൽക്കുകയാണ്. അപ്പോൾ അവരെ തൊട്ടാൽ, ഈ വത്തിക്കാന് പോലും അറിയാം ഈ പന്നിക്കുട്ടി കിടക്കുന്നവരെ തൊട്ടാൽ തങ്ങൾ പോലും നാറും. അതുകൊണ്ടാണ് ഇത് ഈ നാറ്റൊന്ന് മാറിയിട്ട് തൊടാമെന്ന് കരുതിയിട്ട്
ഈ വത്തിക്കാൻ പിൻവലിഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ പാവം സത്യവിശ്വാസികൾ വിചാരിക്കുന്നത് ഈ പന്നിക്കൂട്ടിൽ നിന്ന് ഇവരെപ്പോഴെങ്കിലും കയറുമെന്നാണ്. അവരെ തിരിച്ചെത്തിച്ച് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ലോകത്തെ സകലമാനം സീറോ മലബാർ വിശ്വാസികളും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും തപസ് ചെയ്യുന്നതും. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഞാൻ നടത്തുന്ന ഈ വീഡിയോസ്. ഈ പന്നിക്കൂട്ടിൽ നിന്ന്, ഈ പറഞ്ഞ പന്നിക്കൂട്ടിൽ കിടന്ന് ഉരുളുന്ന ഈ വിമതരും മുന്നേറ്റക്കാരും അവരെ സഹായിക്കുന്ന മെത്രാന്മാരും എന്നെങ്കിലും കരകയറുമെന്നും അവരെ കുളിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നും ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ സഹനശീലത്തോടെ, ക്ഷമയോടെ, അതേസമയം ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.